സത്യം പറഞ്ഞ പണ്ട് കാലത്ത് എന്തുമാത്രം സിനിമ ഞാൻ എടുത്താ അതെല്ലാം മൺമറഞ്ഞു പോയി. എന്തൊക്കെ ഫ്രെയിമുകളായിരുന്നു, എന്തൊക്കെ ലൊക്കേഷനായിരുന്നു. ഓ എന്റെ ദൈവമേ, ഇതാണ് ഫ്രെയിം, കീച്ചൻ ഫ്രെയിം. കൊള്ളാം കൊള്ളാം. ചുമ്മാ ആ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ വീട്ടിലെ പെണ്ണ് താമസം മാറിപ്പോയി. ഇപ്പൊ അതിന്റെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ അവിടെ. എടി ആര് പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ നോക്കുവാന്ന്? എടി ആര് പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ നോക്കുവാന്ന്? അയ്യോ, ഇതൊക്കെ ആര് പറഞ്ഞു തരണം? എനിക്ക് അറിഞ്ഞോളൂ നിങ്ങൾ തനി സ്വഭാവം. എടി നിനക്കിപ്പോ എന്റെ ഒരു വിലയില്ല. പണ്ട് കാലത്ത് ഞാൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനായിരുന്നു. എത്ര ഹിറ്റ് അടിച്ച കൈകളാന്ന് അറിയാവോ ഇത്? എന്നിട്ടിപ്പോ എന്തായി? ഈ കയ്യും വെച്ചോണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ പാറ്റയ്ക്ക് ഹിറ്റ് അടിച്ചോണ്ട് നടക്കുന്നത്? എടി അത് ടച്ച് പോയിരിക്കാൻ വേണ്ടിയല്ലേ. എടി പണ്ടും ഇന്നും എന്നും ഫ്രെയിമുകൾ എനിക്കൊരു വീക്ക്നെസ് ആണ്. പല ഫ്രെയിമുകളെ പഴയ കഥകളൊക്കെ കുത്തിപ്പൊക്കി വരുന്നുണ്ട്, സൂക്ഷിച്ചാ കൊള്ള. നീ നിന്റെ വായും വെച്ചോണ്ടൊന്നും ഉണ്ടായിരിക്കാവോ? എടി അതല്ലൊന്നും എത്ര വർഷമായിട്ട് ഞാൻ ഫീൽഡ് ഔട്ട് ആയിട്ട് വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആക്ഷനും കട്ടും പറയാൻ കൊതിയാവോ? അയ്യോ, നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രാന്ത് മാത്രമേ ഉള്ളോ? അടുക്കളയിൽ സാധനങ്ങൾ മൊത്തം തീർന്നിരിക്കുക. ഞാനൊരു കാര്യം പറഞ്ഞില്ലാന്ന് വേണ്ട, ചോറും കറി ഞാൻ ഇനി വീട്ടിൽ വെക്കൂല, മൊത്തം ആക്ഷൻ കാണിക്കത്തുള്ളൂ. എന്ന് വെച്ചാലേ 3 നേരം ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, അത് കട്ട്. അങ്ങനെയാണെന്ന് നീ നിന്റെ കൂടും കുടുക്ക എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങിക്കോണം നിന്റെ വീട്ടിലേക്ക്. അതാ നല്ലത്. പോകോ വീട്ടിലേക്ക്. സാറേ നമസ്കാരം. നമസ്കാരം. ആരെ മനസ്സിലായില്ല? സാറേ ഞാൻ സ്വർണ്ണപ്പാട രംഗൻ. സാറ് പഴയ സംവിധായകൻ വലഞ്ചുഴി രമേശനല്ലേ? അതെ അതെ അതെ. സാറേ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല കാര്യം. ആ പടം സാറ് എന്നെ ഡയറക്റ്റ് ചെയ്യണം. സന്തോഷം കാരണം ഞെട്ടിയതാ. ഇതാരത്? ഇത് പുതിയ സ്റ്റണ്ട് മാസ്റ്റർ ആരാച്ചർ നെൻസൻ. കൈ തന്നെയാണോ? ഇതെന്റെ രീതിയാണ്. അപ്പൊ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമല്ലോ. അതെ അതെ സാറേ, എന്റെ കയ്യിൽ പൂത്ത പണവും ആവശ്യത്തിന് സ്വർണവും ഉണ്ട്. പറ്റിയ സ്ഥലത്താ വന്നേക്കുന്നത്. അരിഞ്ഞാണം പോലും ഇല്ലാതെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. സാറേ ഈ സാറ് ഈ ഷേവിംഗ് സെറ്റും ബ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വയലൻസ് സിനിമ പണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പടം ഞാൻ 10-15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെങ്കിലും കണ്ടല്ലേ? സാറേ അതിന്റെ പ്രിന്റ് വരെ എന്റെ കയ്യിലുണ്ട്. പ്രിന്റ് എന്റെ കയ്യിലുണ്ട്. ദൈവമാണ്, അങ്ങ് ദൈവമാണ്, മനുഷ്യനല്ല ദൈവമാണ്. എന്റെ ഇരുന്ന പ്രിന്റേ വീടും സ്ഥലവും വിറ്റ് തൊലച്ചെന്ന് പറഞ്ഞ് അച്ഛൻ എടുത്ത് കത്തിച്ച് കളഞ്ഞു. പ്രിന്റ് കയ്യിലുണ്ടല്ലേ? സാറേ സാറ് പിന്നെ വയലൻസ് സിനിമ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു? ആദ്യകാലത്ത് ഞാനല്ലേ ഈ വയലൻസ് സിനിമ എടുത്തത്. പണ്ട് ഞാൻ വയലൻസ് സിനിമയുടെ കഥ പറയാൻ വേണ്ടി നസീർ സാറിന്റെ അടുത്ത്. അയ്യോ, ആ വയലൻസ് സിനിമയുടെ കഥയെന്ന് പറഞ്ഞാലേ ഒരു വില്ലൻ വന്നിട്ട് ഒരു പെൺകൊച്ചിന്റെ കണ്ണിങ്ങനെ കുത്തി പൊടിച്ചിട്ട് കൃഷ്ണമണി എടുത്ത് കാക്കയ്ക്ക് കൊടുക്കുന്ന സീനാണ്. ഈ കാക്കയുടെ ഇളയ കൊച്ചിന്റെ കണ്ണില്ല, അതിന്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള സംഭവം. ഈ കഥ പറഞ്ഞു കൊടുത്തതും അങ്ങനെ എന്നെ അടിച്ചിറക്കി. അങ്ങനെ ഓടി മടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ഈ വയലൻസ് സിനിമയുടെ പരിപാടി അങ്ങ് നിർത്തി. പിന്നെ കുടുംബചിത്രം എടുത്തു, അതും സന്തുഷ്ട കുടുംബചിത്രം. ഓ സാറേ, ഇപ്പോഴുള്ള ആൾക്കാർക്ക് സന്തുഷ്ട കുടുംബചിത്രം അല്ല വേണ്ടത്, ദുഷ്ട കുടുംബചിത്രമാണ് വേണ്ടത്. അല്ലെങ്കിലൊക്കെ കഥയിൽ എന്തിരിക്കുന്നു, നമുക്കിങ്ങനെ കിരി എന്ന് അരിഞ്ഞ് തള്ളണം. എന്താണ് സാർ ഇപ്പോഴത്തെ വയലൻസ് സിനിമ ഒന്നും കണ്ടിട്ടില്ലേ? സിനിമ തീരുമ്പോ നായക മാത്രമേ കാണാൻ പാടൂ, ബാക്കിയുള്ളവരെല്ലാം നമ്മളിങ്ങനെ കിരി അരിഞ്ഞ് തള്ളും. അത് ശരി. അപ്പൊ ഞാൻ തന്നെ ഇത് ചെയ്യണമല്ലേ? അപ്പൊ സാറ് സംവിധായകനായിട്ട് ഇങ്ങനെ ഇരുന്ന് തന്നാ മതി. ബാക്കിയുള്ള വയലൻസ് സീനെല്ലാം ഈ നിൽക്കുന്ന പുതിയ സ്റ്റണ്ട് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തോളും. പുള്ളി ഒരു ഇറച്ചി വെട്ടുകാരൻ കൂടെയാണ്. എന്റെ പടത്തിന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 കോടി ബഡ്ജറ്റ് ആവും. 3 കോടിയാ? ആക്രാന്തം വേണ്ടായിരുന്നു, പൊളിഞ്ഞ. 30 കോടിയുടെ ചെക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാറേ ഈ സിനിമയിലെ സാറ് ചെയ്തതാണോ? പിന്നെ ഞാൻ എടുത്ത പടം വരുന്നത് പഞ്ചാരൂപണ്ട. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല സാറേ. സൂര്യപ്രകാശം കണ്ടിട്ടില്ല, പിന്നെ എന്നെ നിങ്ങൾ കാണുന്നു. ഒരു കാര്യം, നമുക്ക് ഇതിലൊരു കഥ എടുത്തങ്ങ് മറിച്ചടിച്ചാലും. അല്ലെങ്കിലും സാറേ ഈ ഇപ്പോഴത്തെ കഥയൊന്നും ആൾക്കാർക്ക് വേണ്ട. പഴയ പിഞ്ഞ് പുതിയ കുപ്പിയിൽ വെടിമരുന്ന് ചേർത്ത് നമ്മൾ കൊടുക്കുന്നു. ഈ വെടിമരുന്ന് എന്തിനാ കുപ്പിക്കകത്ത് കുത്തിക്കയറ്റി വെക്കുന്നത്? സിനിമ ഇറങ്ങുമ്പോ പൊട്ടണ്ടേ? കോടികൾ മുടക്കിട്ട് സിനിമ പൊട്ടണ്ടേന്നു. സാർ അതല്ല, ഈ സിനിമയുടെ ഓരോ സീനിലും പൊട്ടിത്തെറികൾ ഉണ്ടാവും. പൊട്ടിത്തെറി മാത്രം പോരാ, 2 പാട്ടുകൾ വേണം. അതിന് സാറേ പാട്ട്? അതെ, ഈ 2 പാട്ട് നടക്കുന്ന സമയത്താണ് പ്രേക്ഷകർ മൂത്രം ഒഴിക്കാൻ പോണത്. അതൊക്കെ പണ്ട് നമ്മുടെ വയലൻസ് സിനിമയുടെ ആദ്യ സീൻ കാണുമ്പോ തന്നെ ആൾക്കാർ ഇരുന്ന് മൂത്രം ഒഴിക്കും.
അപ്പൊ ഇന്റർവെൽ ഇല്ല. അപ്പൊ ഇന്റർവെൽ ഇല്ലല്ലേ? എന്തിന് ആ സമയം കൊണ്ട് നമുക്കൊരു 10-15 പേരെ വെട്ടിക്കൊന്നോടെ. അത് മാത്രമല്ലെന്ന്, എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. മനസ്സിലായല്ലോ? അറിയാലോ എന്റെ അറിയാം. അപ്പൊ ഈ ഹ്യൂമർ വേണം. ഹ്യൂമർ ഉണ്ടോ? ഹാമർ ഉണ്ടല്ലോ. ഈ ഹാമർ വെച്ചിട്ടാണ് നമ്മൾ 4 പേരെ തലക്കടിച്ച് കൊല്ലുന്നത്. തലക്കടിച്ചു കൂടുന്ന ഹാമർ അല്ലെന്നും, ഹ്യൂമർ കോമഡി ഉണ്ടോന്ന്. സാറേ, ആക്ഷൻ പടത്തിലൊക്കെ എന്തിനാണ് കോമഡി? പടം കണ്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോ റിവ്യൂ പറയാൻ വേണ്ടി കുറെ അണ്ണന്മാർ ഇപ്പൊ ഉണ്ട്. അത് കണ്ട ആൾക്കാർ ചിരിക്കൂലേ? അത് നല്ല ഐഡിയാണ്, നല്ല ഐഡിയാണ്. പിന്നെ അത് മാത്രമല്ല, എന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ സിനിമയില് വലിയ സ്റ്റണ്ട് ഒന്നും കാണാറില്ല. ഇപ്പൊ ഇതിലത് സ്റ്റണ്ടിന്റെ ആ പരിപാടി വല്ലതും ഉണ്ടോ? സാറേ, ഈ സിനിമയിൽ സ്റ്റണ്ട് മാത്രമുള്ളൂ. സാറ് കണ്ടിട്ടില്ലേ പഴയ സിനിമയിൽ നായകന്മാരെ കയ്യിൽ നിന്ന് വില്ലന്മാർ ഇടി വാങ്ങാൻ ക്യൂ ആയിട്ടല്ല ചെല്ല ഓരോരുത്തര്. പക്ഷെ ഈ സിനിമയിൽ അങ്ങനല്ല. എല്ലാവരും വില്ലന്മാരും കൂടി കൂട്ടത്തോടെ വരും, സെക്രട്ടേറിയറ്റിന്റെ സമരം പോലെ. എന്നിട്ട് നായകൻ ഓരോരുത്തരെ ഇടിച്ചു പറപ്പിക്കും. സാറേ, 5 ലക്ഷം രൂപയ്ക്കാണ് പ്ലാസ്റ്ററും ഫസ്റ്റ് എയ്ഡ് ബോക്സും ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണ് സാറേ, ഡയറക്ടറിന് വരെ പരിക്ക് പറ്റൂലേ? ഓ അങ്ങനെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ വയലൻസ്, റിലാക്സ്, റിലാക്സ്, വയലൻസ്. ഈ റിലാക്സിന് വേണ്ടി നമുക്ക് കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കുറച്ച് സീക്വൻസുകൾ ചെയ്യണം. കുരുന്നു കുഞ്ഞുങ്ങളെ. പിന്നെ സാറേ, നമ്മുടെ ഈ വയലൻസ് സിനിമയിലും കുരുന്നു കുഞ്ഞുങ്ങൾക്കുള്ള സീക്വൻസ് ഉണ്ടല്ലോ. എന്താ പറയൂ? നമ്മൾ 4 കുഞ്ഞുങ്ങളെ നമ്മളിങ്ങനെ നിരത്തി കിടത്തുന്നു. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതായിരിക്കുമല്ലേ? അപ്പൊ സ്വപ്നം കാണും. സ്വപ്നം കാണുമ്പോ പൂമ്പാറ്റ ഗ്രാഫിക്സ് ചെയ്യണം, പിന്നെ മഞ്ഞ് വേണം, മാലാഖ വേണം, അത് ഗ്രാഫിക്സ് ചെയ്യാം. ഓക്കെ സാറേ, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലൈമാക്സിലോട്ട് പോകുന്നത്. അതിനകത്തെന്ന് പറഞ്ഞാൽ നിഷ്ഠൂരവും ക്രൂരവുമായിട്ടുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പൊ തന്നെ ഈ സിനിമയിൽ ആരും ജീവിച്ചിരിപ്പില്ല. സാറേ, 500 ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടി, ഇതൊക്കെ കൊന്നു കളിക്കാൻ വേണ്ടിയോ? അല്ല സാറേ, ഈ ക്ലൈമാക്സ് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതെ, നമ്മളെ ഡെമോൺസ്ട്രേഷനുള്ള 10 കിലോ ഇറച്ചി കൊണ്ടുവന്നായിരുന്നു. ഇന്നലെ ഞായറാഴ്ച അല്ലേ, ഇറച്ചി മുഴുവൻ വിറ്റ് കഴിഞ്ഞു. സാറേ, ഈ ഫ്രിഡ്ജിനകത്തെ ഇറച്ചി എന്തെങ്കിലും ഇരിപ്പുണ്ടോ? നിനക്ക് ദൈവജാപം കിട്ടും. 1 വർഷമായി ഞാൻ ബീഫ് കഴിച്ചിട്ട്. ഒരു കഷ്ണം ഇറച്ചി കഴിക്കാൻ വേണ്ടി എന്റെ അണ കൊതിക്കും, അറിയാവോ? പിന്നെ ഫ്രിഡ്ജിനകത്ത് പച്ചക്കറി ഉണ്ട്, അത് മതി. പച്ചക്കറി മതി. അപ്പൊ അത് കാണിച്ചാലും പറ്റോ? ഡെമോ കാണിക്കണം സാറേ. അപ്പൊ ഞാൻ ഇടോ, ഞാൻ തന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, വയലൻസ് സിനിമയുടെ കഥ പറയാൻ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ 1 കിലോ ഇറച്ചി വേണം. ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ലേ, വയലൻസ് സിനിമയുടെ കഥ പറയാൻ പോകുമ്പോൾ തിങ്കളാഴ്ച പോകരുതെന്ന്. ഞായറാഴ്ച നല്ല കച്ചവടമല്ലേ, ഇറച്ചി തീരും. ഡെസ്ക് പിടിക്കും. മേശ എടുത്തോ, മേശ എടുത്തോ. ഇത് വെറും ഒരു ഡെമോയാണ് സാറേ. നമ്മൾ ഇതിന്റെ ക്യാരക്ടറുകളെ പരിചയപ്പെടുത്താം. പരിചയപ്പെടുത്തു. ഇത് അമ്മ. ഓക്കെ, ഇത് മോള്. ഇതെന്താ മോളിത്രയും ചെറുതായതുകൊണ്ടല്ല കയ്യിൽ തന്നത്. മോള് കുറച്ചുകൂടെ വലുതെടുക്ക്. ഇത് മോള്. ഫ്രെയിം കറക്റ്റ്, ടൈറ്റ് ഫ്രെയിം ആണ്. ഇത് അച്ഛൻ. അത് വരെ കാണിക്കേ. ഈ അച്ഛന്റെ സ്ഥാനത്ത് തന്നെ കിഴങ്ങ് കൊണ്ട് വെച്ചേക്കണേ. സാറേ, വയലൻസ് സിനിമയിലെല്ലാം അച്ഛന്മാര് കിഴങ്ങന്മാരായിരിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ, മോള്, അമ്മ, അപ്പൊ ആങ്ങളെ ചെറുക്കനില്ലേ? മകനെ നമ്മൾ നേരത്തെ ചുറ്റിയോട് തലക്കടിച്ച് കൊന്നില്ലേ? എപ്പാ? സാറ് കഥ ശ്രദ്ധിക്കേണ്ട. സാറിന് വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്. നടക്കട്ടെ. അപ്പൊ സീൻ പറ. സാറേ, ഈ വീട്ടിൽ അച്ഛനും മോളും അമ്മയും മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലേക്ക് കുറെ വില്ലന്മാർ പരിചയപ്പെടാൻ വേണ്ടി വരുന്നു. ലോജിക്കില്ല, കഥയ്ക്ക് ലോജിക്കില്ല. ചാവാൻ പോണവർക്ക് എന്തിനാ സാറേ ലോജിക്ക്? കണ്ടിന്യൂറ്റി. സാറേ, ഒരു ആക്ഷൻ പറഞ്ഞേ, ഈ സീൻ നമ്മൾ കാണിച്ചു തരാം. ആക്ഷൻ പറയുന്നു. വില്ലൻ കത്തിയെടുക്കുന്നു. അമ്മയെ പരിചയപ്പെടാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നു. ഓക്കെ, എന്താ കിഴങ്ങെടുത്ത് കളഞ്ഞ്? വില്ലനെ കണ്ടതും അച്ഛനോടി. അച്ഛൻ ഓടിയാ? ഓക്കെ, പോട്ടെ. അമ്മ കയറിട്ട് കാണുന്നു. ചെന്ന് ഷെയ്ക്കിന്റെ ചോദിക്കുന്നു, ഹലോ മാഡം. അമ്മ കൈ നീട്ടുന്നു, കൈവെട്ടി കളയുന്നു, തിരിച്ചെറിയുന്നു. ഉടനെ അമ്മ പൊട്ടിക്കരയുന്നു. പൊട്ടിക്കരയുന്ന അമ്മയുടെ ഈ വെട്ട് കത്തിക്കൊണ്ട് വില്ലൻ തലവെട്ടി പൊളിക്കുന്നു. കൈകൊണ്ട് അമ്മയുടെ തല പൊളിച്ച് തലച്ചോറെടുക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അമ്മയെ വെട്ടിക്കൊല്ലുന്നത് കണ്ട് മകൾ പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടിക്കരയുന്നു. അപ്പോ ഒരു ആവശ്യമില്ലാതെ വില്ലൻ ഓടിച്ചെന്ന് മകളുടെ കാല് വാരി തറയിലടിക്കുന്നു. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ കഴുത്ത് അറുത്ത് മുറിക്കുന്നു. അതാരത്? ഈ വീട്ടിലെ ഡ്രൈവർ. അവനെന്താ കഴുത്തെടുത്ത? ഇത്രയും കൊലപാതകം നടക്കുമ്പോ അവൻ ഇവിടെ കയറി വന്ന് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ കാറിലിരുന്നാ പോരെ? അവന്റെ സമയത്തോട്ടല്ല, അവന്റെ തല പൊട്ടിക്കുന്നു. ഓക്കെ, അത് കിഴങ്ങ് വീട്ടിൽ വില്ലൻ പോയോന്നറിയാൻ വേണ്ടി അച്ഛൻ മേശരടിയിൽ ഒളിച്ചിരിക്കായിരുന്നു. എത്തി നോക്കിയപ്പോ കണ്ടു. അച്ഛന് വലിയ കാര്യമുണ്ടോ? ഒളിച്ചിരുന്നാ പോരായിരുന്നു. വലിയ കാര്യമുണ്ടോ? കണ്ടാ
എടാ, ഇത്രയും വെട്ടും കുത്തും കൊലപാതകം നടന്നപ്പോ മെയിൻ ബില്ലെന്നാണ്ട് പടവലം തിന്നുന്നു. പടവലം തിന്നതല്ല, ഇത്രയും കൊലപാതകം ഇവിടെ നടക്കുമ്പോഴേ ഉവൻ ഹെഡ്സെറ്റ് വെച്ച് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ ചെവി കടിച്ചു പറിച്ച് തുപ്പുന്നതാ. ഇനി ഇവൻ മ്യൂസിക്കും കേൾക്കണ്ട, ഹെഡ്സെറ്റ് ചെയ്യാനും പാടില്ല. വേണ്ട 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 വേണ്ട. വയലൻസ് വയലൻസ് വയലൻസ്, സിനിമ മുഴുവൻ വയലൻസ്, ഒരു രക്ഷയില്ല. ഇതുകൊണ്ടൊന്നും മതിയാത്ത വില്ലൻ ഒരാളെയും കൂടി കൊന്നാൽ അവന്റെ കോളം തീർന്നു. ആരുണ്ട് ആരുണ്ട് വായുടെ വിജയിച്ചു. സാറിന്റെ ഭാര്യ ബോധം കിട്ടും. പടം വിജയിച്ചു. 100 കോടി ക്ലബിൽ കയറാം. ഉറപ്പായി. ഈ പടം സാറ് എന്നെ ഡയറക്റ്റ് സാറ് ഫ്രെയിം പിടിച്ചിരിക്കുകയാണ് ഇപ്പോഴേ. സാറേ, സാറ് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാ ഈ പടം വിജയിക്കും. സാറേ സാറേ സാർ, ഈ പടം 300 കോടി ക്ലബിൽ കയറുന്നു ഉറപ്പായി. താൻ വെറും സ്റ്റണ്ട് മാസ്റ്റർ അല്ല, വയലൻസ് സിനിമയുടെ ട്രെൻഡ് മാസ്റ്ററാണ്.